OTT റിലീസായ അടുത്തൊരു പടമാണ് ഇമ്പം. ലാലു അലക്സ്, ദീപക് പരമോല്, മീര വാസുദേവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് ഇമ്പം. ഇമ്പം ഒക്ടോബർ 17, 2023 റിലീസായ ചിത്രം ഒക്ടോബർ 17 OTT റിലീസായിട്ടുണ്ട്. അതായത് 2 വർഷത്തിന് ശേഷമാണ് പടം OTTയിൽ വരുന്ന ഒരു റൊമാൻറ്റിക് ചിത്രമാണ് ഇമ്പം. ഈ പടത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീജിത്താണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സുഹൃത്തുക്കളെ, ഇന്ന് OTT റിലീസായ ഒരു സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷ് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷാണ് ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ. ഒരു യക്ഷിപ്പടമാണ് ഈ പടം. ഗായത്രി സുരേഷ് യക്ഷിയായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് CS വിനായകനാണ്. പടം OTTയിൽ ഇന്ന് അവൈലബിൾ ആണ്. അടിപൊളി ഒരു യക്ഷിപ്പടമാണ്. പക്ഷേ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ വെച്ചാൽ ഈ പടത്തിൻ്റെ ഒരു പേരാണ്. ഇതൊരു B ഗ്രേഡ് പടത്തിൻ്റെ ഒരു പേര് പോലെയാണ് എനിക്ക് തോന്നിയത്, തയ്യൽ മിഷൻ. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ പേടിച്ചോ ഇല്ലെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. OTT കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇന്ന് റിലീസായ ഒരു തമിഴ് സീരീസിനെ കുറിച്ചാണ്. ദാഹ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തൊരു തമിഴ് സീരീസാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് സൈബറുമായിട്ട് ബന്ധപ്പെട്ടൊരു സീരീസാണ് നെറ്റ്വർക്ക്. ഇന്നത്തെ ജനറേഷന് ഇഷ്ടപ്പെടുന്നൊരു സീരീസാണിത്. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. അടുത്തായി OTT റിലീസായ ഒരു കോമഡി തമിഴ് ചിത്രമാണ് കമ്പി കഥനകഥ. ഇത് ഒക്ടോബർ 17 റിലീസായ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. സിനിമ അടിപൊളി കോമഡി എൻ്റർടൈനർ മൂവിയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് DSAയുടെ OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത 3ാമത്തെ സിനിമയാണ് DSA. പ്രണവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31 പടം റിലീസായത്. 113 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ചിത്രത്തിൻ്റെ റിലീസിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഡിസംബർ 25, അതായത് ക്രിസ്മസിൻ്റെ അന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. പടം ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് നിശാഞ്ചി എന്നൊരു ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. ഇത് അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്തൊരു കിടുക്കാച്ചി ഡ്രാമ ത്രില്ലർ സിനിമയാണ് നിശാഞ്ചി. സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഐശ്വര്യയും വേദിക പിൻഡോയുമാണ്. 177 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. ചിത്രം ആമസോണിൽ ഇപ്പോൾ ലഭ്യമാണ്. ചിത്രം കിടുക്കാച്ചി സിനിമ എന്ന് വെച്ചാൽ കിടുക്കാച്ചി സിനിമ, അടിപൊളി ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള OTT റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ വണക്കം. അടുത്തായിട്ട് പറയുന്ന ഒരു കിടുക്കാച്ചി റൊമാൻറ്റിക് മൂവിയെക്കുറിച്ചാണ് ഉസിറെ. നവീൻ D ഗോപാൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഉസിറെ. ഓഗസ്റ്റ് 1 സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇത് TJ അരുണാസലാമും ജനനി ഗുണശീലനുമാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 31 ആഹ OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുണ്ട്. പടം അടിപൊളി റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. ഒരു ചെറിയൊരു നൈസ് പടം. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തായി OTT റിലീസിന് വേണ്ടി തയ്യാറാക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ കിടുക്കാച്ചി സിനിമയായ ബസൂക്ക സംവിധാനം ചെയ്തേക്കുന്നത് ഡീനോ ഡെന്നീസാണ്. പടത്തിലെ മമ്മൂട്ടിയെ കൂടാതെ GVM ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ 10 റിലീസായ സിനിമയുടെ ദൈർഘ്യം വരുന്നത് 151 മിനിറ്റാണ്. പടം മനോരമ മാക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നവംബർ 10 മനോരമ മാക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു സിനിമയാണ്. ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടി കോംബോയിലെ ആദ്യത്തെ സിനിമയാണ് ബസൂക്ക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ OTT റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത OTT റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന പടമാണ് വേല ഒരു ആക്ഷൻ മൂവി പടമാണ്. പോലീസ് സിനിമയാണ്. വേലയിൽ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈൻ നിഗം, സണ്ണി വെയിന്, അതിഥി ബാലൻ എന്നിവരെയാണ്. 2023 നവംബർ 10 റിലീസ് ചെയ്ത പടം ഈ 2 വർഷമായിട്ട് റിലീസായിട്ടില്ല OTTയിൽ. ഈ മാസം പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മനോരമ മാക്സിലാണ് പടം റിലീസ് ചെയ്യുന്നത്. 148 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. നല്ലൊരു പോലീസ് ആക്ഷൻ സിനിമയാണ്. അടുത്ത OTT റിലീസിന് വരാൻ വേണ്ടിയിരിക്കുന്ന പടമാണ് ഗെറ്റ് സെറ്റ് ബേബി സംവിധാനം ചെയ്തിരിക്കുന്ന വിനയ് ഗോവിന്ദാണ്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ, നിഖില വിമല്, ശ്യാം മോഹൻ, ജോണി ആൻ്റണി, ചെമ്പൻ വിനോദ് എന്നിവരാണ്. മനോരമ മാക്സിൽ ചിത്രം നവംബർ 10 റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.